അവിടെയാണ് വിജയ് എന്ന് പറയുന്ന താരത്തിന്റെ അടുത്ത് കൂടുതൽ അസൂയ വരുന്നത്. കാരണം ആ വിജയന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ കമ്മിയാണ്, 50-51 വയസ്സായിട്ടുള്ളൂ അല്ലേ. പിന്നെ ആള് നല്ല എനർജറ്റിക്കുമാണ്. പിന്നെ അദ്ദേഹം സിനിമയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് പോയിന്റിലാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള നടന്മാര് പറഞ്ഞൊക്കെ ഔട്ടായതിനു ശേഷമാണ് സിനിമ ഫീൽഡിൽ വരുന്നത്. ഇനി വന്ന് പിന്നെ വരുന്നുണ്ട് പറഞ്ഞ അവസാന നിമിഷം ആള് പ്രത്യേക ഏകദേശം പോയല്ലോ, മറ്റേ ആരോഗ്യം അനുവദിക്കുന്നുമില്ല. അപ്പോ അദ്ദേഹം ഞാന് രാഷ്ട്രീയത്തിലില്ലാന്ന് പ്രഖ്യാപിച്ചു. അതും ജനങ്ങളിലിട്ട് പ്രാന്താക്കി. ഫാൻസ് ഇതാ വരും, അണ്ണ എന്താ നാളെ വരും, ഇതാ മറ്റന്നാൾ വരും പറഞ്ഞിട്ട് ഒരു 20 വർഷമായി 20-25 വർഷമായി രേണുകാന്ത് വരുന്നുണ്ട് പറഞ്ഞിട്ട് നിൽക്കുന്നത്. പിന്നെ മൂപ്പര് ഒരു വാക്ക് പറയില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മൂപ്പര് ഹിമാലയത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരണം. ഒരു ഡയലോഗ് അടിച്ചിട്ട് പിന്നെ ആദ്യം പോണത് ഹിമാലയത്തേക്കോ അല്ലെങ്കിൽ അഗസ്ത്യ റൂടത്തേക്കോ അല്ലെങ്കിൽ ആരവല്ലി പർവ്വതനിരന്റെ അടുത്തായിരിക്കും മൂപ്പര് പോകുന്നത്. പിന്നെ അടുത്ത ഡയലോഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയണം. അപ്പോ വിജയ് കറക്റ്റ് ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്തത് സ്റ്റാലിൻ വന്നു. ഇനി സ്റ്റാലിന് ശേഷം ഇനി ഉദയനിധി സ്റ്റാലിൻ വരും. അപ്പോ ഇപ്പോഴാണ് രാഷ്ട്രീയത്തിലാണ് കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അത് ഇപ്പോ ഇവിടം വരെ എത്തിച്ചേർന്നു. പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ജനനായകൻ എന്ന് പറയുന്ന ഫിലിം കംപ്ലീറ്റ് കളിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഡയറക്റ്റായിട്ട് അനുഭവമൊന്നും വിജയ് പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ദ്രാവിഡ രാഷ്ട്രീയമാണല്ലോ അവിടെ മെയിനായിട്ട്. എന്താ പറയാ, ബി ജെ പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ DMK എന്തായാലും ഷോറായി ജയിക്കും. എന്താ കാരണം പണി പാളും, വിജയന്റെ ജനങ്ങളെ എതിരായി തീരും. ഇപ്പൊ വിജയ BJP-ന്റെ അനുകൂലമായിട്ട് നിലപാട് എടുത്തിട്ടില്ല. ഇപ്പൊ BJP ഒരു കലങ്ങിയുള്ളതിന് മീൻ പിടിക്കുന്ന പോലെ വിജയന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. വിജയന്റെ നീക്കങ്ങളൊക്കെ ഇതാകുന്നുണ്ട്. ഇപ്പൊ കരൂർ കേസ് ഉണ്ടായ സമയത്ത് അത് മറ്റേ ഗൂഢാലോചനയാണ്, അല്ലെ CBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചത് വിജയ് തന്നെയായിരുന്നു. അതിനിപ്പോ സമൻസ് വന്നിരിക്കുകയാണ്. 12-ാം തീയതി ഡൽഹിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് CBI നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിജയ്ക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ രാഷ്ട്രീയ കച്ചവടം നടത്താം. വിജയ് അതിന് BJP അതിനു വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് പറഞ്ഞ അങ്ങനെ വിജയാണ് പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് മെയിൻ ശത്രു എന്ന് പറയുന്നത് DMK ആണെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്റ്റാലിനാണ് മെയിൻ ശത്രു. മക്കളെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, പാരമ്പര്യ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. തമിഴ്നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം